ഇതൊരു ഒരുപക്ഷെ വെള്ളിനല്ലൂരിന്റെ മാത്രം പ്രത്യേകതയായിരിക്കും കേട്ടോ. വിളിച്ചപ്പോൾ തന്നെ ഓൺ ദ സ്പോട്ടിൽ തന്നെ വിളിച്ച് അതേപോലെ സ്മാർട്ടായിട്ടുള്ള 3 കുട്ടികൾ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. ഒരു കൈയ്യിൽ കൊടുക്കാം. ചില വേദികളിൽ അങ്ങനെയാണ്, ഞാൻ അങ്ങോട്ട് പോയി പിന്നെ 3 പേര് സെലക്ട് ചെയ്ത് വേദിയിലേക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നതായിരുന്നു സ്ഥിരം ശൈലി. എന്നാൽ ഇവിടെ അത് മറികടന്നിരിക്കുന്നു. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒപ്പം എന്താണ് പേര്? സാധിക സുനിൽ, ദേവനന്ദ സുനിത. ആക്ച്വലി എന്തിനാണ് നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കും ഞങ്ങൾ വരണമായിരുന്നു എന്ന്. അതായത് അടുത്തതായി ഇവിടെ നടക്കാൻ പോകുന്നത് മെന്റലിസം എന്ന് പറയുന്ന ക്ലിയർ സെക്ഷനാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ പുറത്തു പറയാൻ മടിക്കുന്ന ചില രഹസ്യങ്ങൾ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഞാൻ അവരോട് വിളിച്ചു പറയാൻ പോവുകയാണ്. അങ്ങനെ എന്തെങ്കിലും പുറത്ത് പറയാൻ പാടില്ലാത്തതായിട്ട് ഉണ്ട് എങ്കിൽ ഇപ്പോൾ എന്റെ ചെവിയിൽ സൂചന തരാം. സ്മാർട്ടായിട്ട് വിളിച്ചുകൊണ്ട് 3 പേര് വന്നെങ്കിൽ എന്ത്? ഞാൻ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നാളത്തെ പ്രോഗ്രാമിന് എനിക്ക് പോകാൻ സാധിക്കത്തില്ല. എനിവേ, രഹസ്യങ്ങളായിട്ട് തന്നെ ഇരിക്കട്ടെ. നിങ്ങൾ 3 പേരിൽ നിന്നും ഞാൻ റെഡി 1 2 3 എന്ന് പറയുന്ന സമയം വളരെ പെട്ടെന്ന് 2 പേര് കൈ പോകണം. 3 പേരിൽ നിന്ന് 2 പേര് കൈ പോകണം. റെഡി 1 2 3. ആദ്യം ഇവർ 2 പേരെ കൈ പോക്കി ശേഷം മോള് അവിടെ തന്നെ നിൽക്കുക. താങ്കൾ കുറച്ചൊക്കെ മുന്നോട്ട് കയറി നിൽക്കാം. ഒപ്പം താങ്കൾക്കും ഇവിടെ കയറി നിൽക്കാം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് റോപ്പാണ്. ഒരു ചെറിയ റോപ്പാണ്. കാരണം ഈ റോപ്പിന്റെ എന്റെ 2 കൈ കൊണ്ടൊന്ന് പിടിച്ച് അതുപോലെ താങ്കൾക്കും പിടിക്കാം. ശരിക്കും നിങ്ങളത് മനസ്സിലായോ? ഇല്ല. ഇത് മനസ്സിലായോ? ഇല്ലല്ലോ. ഇപ്പൊ മനസ്സിലാവും. റോപ്പിന്റെ സെന്റർ പോയിന്റാ. ഇത് മനസ്സിലായോ? എന്താ? സെന്റർ ആണെന്ന് മനസ്സിലായോ? ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു വടംവലി മത്സരമാണ്. പങ്കെടുത്തിട്ടുണ്ടോ? വടംവലി മത്സരം ഉണ്ടോ? പങ്കെടുത്തിട്ടുണ്ടോ? അപ്പൊ 2 പേർക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അടുത്ത കൗണ്ട് ഓഫ് 3 എന്നുന്ന സമയം നിങ്ങൾക്ക് 2 പേർക്കും ശക്തമായി വലിച്ചു തുടങ്ങുമ്പോൾ ഒരാൾ വിജയിച്ചേ മതിയാവും. അങ്ങോട്ട് പ്രത്യേകിച്ച് സ്ഥലമൊന്നും കേട്ടോ. കാരണം ഇയാളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പുറത്തൂടെ വരേണ്ടി വരും 2 എണ്ണത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ. എന്നിട്ട് അത്യാവശ്യം നല്ല പടം മത്സരമാണ്. കണ്ടതുപോലെ അല്ലല്ലോ, പേടിക്കേണ്ടിയിരിക്കുന്നു. എനിവേ, ആക്ച്വലി വടംവലി മത്സരമല്ല. ഈ റോപ്പ് എത്രത്തോളം സ്ട്രോങ് ആണ് എന്ന് ചെക്ക് ചെയ്യുകയാണ്. താങ്കൾക്ക് നോക്കാം റോപ്പ് എത്രത്തോളം സ്ട്രോങ് ആണ് ചെക്ക് ചെയ്യാൻ നോക്കി. സ്ട്രോങ് ആണോ? അങ്ങോട്ട് പാസ് ചെയ്തേ. മോളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ റോപ്പ് എത്രത്തോളം സ്ട്രോങ് ആണ്. അങ്ങോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞോ? ചെക്കിങ്ങില്ല കഴിഞ്ഞോ? ഓക്കെ. ഞാനിത് ചെയറിലേക്ക് ഇരുന്നിട്ടുണ്ട്. ഈ റോപ്പിന്റെ കയ്യിലേക്ക് വരാം. ഞാനിത് ചെയ്യുന്നത് 2 കാലിനടിയിലൂടെ റോപ്പിനെ എങ്ങനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 2 പേര് 2 സൈഡിലേക്ക് ഇങ്ങനെ പിടിക്കാം. പിടിച്ചോളൂ. ഒന്ന് വലിച്ചു ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്തോളൂ. ഞാൻ ആവേശത്തിന് പറയാം. എന്ത് ഇത് വളരെ മനസ്സിലാക്കാൻ കണ്ടില്ലല്ലോ. ഞാൻ വെറുതെ പറയാം. ഓക്കെ അല്ലേ? ഒന്നാണ് വലിച്ചു നോക്കിയും ശക്തി നോക്കട്ടെ. കാല് പോകുന്നു. ഓക്കെ, ഒരു കൈ പിടിച്ചോ. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. ഞാനത് 2 കൈ പിന്നെ മുകളിലേക്ക് വെച്ചു. ക്ലിയർ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 2 കൈയും കൊണ്ട് 2 കൈന്റെ മുകളിലേക്ക് ഒരു കെട്ടിടാം. മുകളിലേക്ക് ഒരു കെട്ടിടാം. കൈന്റെ മുകളിലേക്ക് കെട്ടിടും. ഗുഡ്. കെട്ട് തിരിഞ്ഞു പോയില്ലേ? ഇങ്ങനെയാണോ കയറ് വേണം? കെട്ട് ടൈറ്റ് ആകും. മതിയോ? നിങ്ങളുടെ ഇഷ്ടമാണ്. മതിയെങ്കിലും മതിയോ? ഗുഡ്. ടൈറ്റ് ചെയ്തു. 14 34 വയസ്സിന്റെ വലിയ ഈ കിടന്ന് വലിയ. ഓക്കെ, ഒരു കെട്ടൂടെ മുകളിലേക്ക് ഇടാം. ചെറുതായി ഇനിയും കിട്ടാം. കയർ ബാലൻസ് കിട്ടും. പിന്നെ പറയുന്നത് കേട്ടോ. കെട്ടിക്കും. എന്താ സ്പീഡ് നോക്കി കെട്ടിക്കും. ടൈറ്റ് ചെയ്തു. കെട്ടിക്കും കെട്ടിക്കും. ഇനിയും കെട്ടിക്കും. ആക്ച്വലി നിങ്ങൾ എങ്ങനെയായിരുന്നു കയറി വന്നത്? ഞാൻ വേറെ ആരെങ്കിലും നോക്കില്ല. വലിച്ചോ വലിച്ചു 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 വലിച്ചു. മതിയോ? എല്ലാം കെട്ട് തിരിഞ്ഞ് നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. ഒരു കെട്ട് കിട്ടുന്നത് വാറൻസി കൊടുക്കാം. പിന്നെ പറയരുത്, നിങ്ങളുടെ ഇഷ്ടമാണ്.
വലിച്ചു. മതിയോ? ഇനി എന്തെങ്കിലും കെട്ടാൻ സ്ഥലമില്ല. ഓക്കെ, ഇനി കൈയെടുത്തു. ഞാനൊന്നും പോകുന്നില്ല. അത്യാവശ്യം കെട്ട് നല്ല ടൈറ്റാണല്ലോ, ഉറപ്പാണോ? വേണമെങ്കിൽ ഇത് നിങ്ങൾ കെട്ടാം, അഴിച്ചിട്ട് വേണമെങ്കിലും കെട്ടാം, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഉറപ്പാണോ? നിങ്ങൾ രണ്ടുപേരും ശക്തി ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ചോദ്യം താങ്കളോടാണ്. നിങ്ങൾ രണ്ടുപേരും ഉദ്ദേശം എത്ര മിനിറ്റ് എടുത്തിട്ടുണ്ടാവും എന്റെ കൈകാലം ഇതുപോലെ കെട്ടിയിടുന്നത്? ഉദ്ദേശം എത്ര മിനിറ്റ് എടുത്തിട്ടുണ്ടാവും? 3 മിനിറ്റ് ഏകദേശം അല്ലെ? 3 മിനിറ്റ്. അടുത്ത ചോദ്യം താങ്കളോടാണ്. ഒരു കൈ കൊണ്ട് താങ്കൾ ഈ കെട്ടിന് അടിക്കുന്നു എങ്കിൽ, കെട്ടെന്തായാലും കൈക്കണം താങ്കൾക്കറിയാം. ഒരു കൈ കൊണ്ട് താങ്കൾ ഈ കെട്ടിന് അടിക്കുന്നു എങ്കിൽ എത്ര മിനിറ്റ് എടുക്കും അടിക്കാൻ? 100 മിനിറ്റ്. എന്നാലൊരു ഉദ്ദേശം പറയും, എത്ര മിനിറ്റ് എടുക്കും? താങ്കൾ ഒരു കൈ കൊണ്ട് കഴിക്കുകയാണെങ്കിൽ, രണ്ടുപേരും കിടന്ന് ചേർന്ന് കെട്ടാൻ 3 മിനിറ്റ് എടുത്തു. ഒരു കൈ കൊണ്ട് താങ്കൾ കഴിക്കുകയാണെങ്കിൽ ഉദ്ദേശം എത്ര മിനിറ്റ് എടുക്കും? 10 മിനിറ്റ് അല്ലേ? 10 മിനിറ്റ് എടുക്കും. എനിക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ടോട്ടൽ 3 വഴികളാണ്. ഒന്ന് കാലുകൊണ്ട്, അടുത്ത് കൈ കൊണ്ട്. രണ്ടും കൊണ്ട് പറ്റത്തില്ല എന്ന് നിങ്ങൾക്ക് നഗരില്ല. എന്നാൽ ഇനി എനിക്ക് ഇതിൽ നിന്നും കെട്ടടിക്കാൻ ഒരു വഴി കൂടെ ഉണ്ട്. എന്താണ്? എന്തുപയോഗിച്ചെന്ന് പറയാം? പല്ലുപയോഗിച്ച് കടിച്ചെടുത്തു. ഞാൻ അതിനാണ് ചെയ്യേണ്ട പുറകെ ഒരു കോട്ട് വെച്ചേക്കുന്നത്. താങ്കൾക്ക് ഈ കോട്ട് കയ്യിലേക്ക് എടുക്കാം. ഞാൻ അപ്പ് എന്ന് പറയുന്ന സമയം കോട്ട് നിവർത്തി കെട്ടിന് മുകളിലേക്ക് ഇടാം. എന്നാൽ എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു വഴിയില്ല. കൈകൊണ്ട് കാലുകൊണ്ട് അടിക്കാൻ കഴിയില്ല, വാങ്ങുകൊണ്ട് കടിച്ചെടുക്കാൻ സാധിക്കില്ല. കാരണം കോട്ടിന് മുകളിലേക്ക് കിടക്കുകയാണ്. ക്ലിയർ? അങ്ങനെയാണ് എങ്കിൽ എനിക്ക് എത്ര മിനിറ്റ് തരും ഇതിൽ നിന്നും എസ്കേപ്പ് ആവാൻ? ഇതാണ് ചോദ്യം. 2 മിനിറ്റ്. ചലഞ്ച് ചെയ്യാം. ഒന്നുകൂടെ സൈനിക മാന്ത്രികനെ കെട്ടിയിട്ട് വെക്കുക. 10 മിനിറ്റ്. 10 മിനിറ്റ് വേണം ഇവരെ കെട്ടിട്ട്. എത്ര സമയം? 5, 8, 5 മിനിറ്റ്. അത്ര വേണം. ഫോണ് ടൈം കീപ്പറാ. 1 സെക്കൻഡ് മുന്നോട്ട് വന്നേ. 5 മിനിറ്റ് എന്ന് പറയുന്നത് 300 സെക്കൻഡാണ്. ക്ലിയർ? കോട്ട് ഇതിന്റെ മുകളിലേക്ക് ഇടുന്ന സമയം 3 എണ്ണി തുടങ്ങണം. സെക്കൻഡ് വൈസ് 1, 2, 3 എന്നിങ്ങനെ എണ്ണി തുടങ്ങണം. 300 എണ്ണുന്നതിന് മുന്നേ ഞാൻ ഇതിൽ നിന്നും എസ്കേപ്പ് ആവും. ഇതാണ് ചാലഞ്ച്. ആണല്ലോ. കോട്ട് നിവർത്തിക്കുക. ഇനി ഈ കെട്ടിന് മുകളിലേക്ക് ഇട്ടേ. അതെ, ഇമ്പോച്ചിൽ നേരത്തെ കോട്ട് നേരെ വിരിച്ചിടാൻ അറിയില്ലെങ്കിൽ അപ്പൊ നമുക്ക് 5 മിനിറ്റാണ് സമയം തന്നേക്കുന്നത്. ഓക്കെ, അപ്പോ 300 സെക്കൻഡ് സമയമാണ് കോട്ട് നിവർത്തിയിടണം. അതുകൊണ്ടാണ്. ഓക്കെ, മോളെ കോട്ടിന്റെ മോളെ ഇടുന്ന സമയം എണ്ണി തുടങ്ങാം കേട്ടോ. മോളെ തിരിച്ചിട്ടുണ്ട്. അതെ, മോൾ ഇങ്ങോട്ട് വന്നേ. വലിച്ചെടുത്തു, കോട്ടിന് വലിച്ചെടുത്തു. നിങ്ങളുടെ തമാശയാണ്. കൈയോടെ സംശയമുണ്ടോ? 3ാമത്തെ കൈയോടെ സംശയമുണ്ടോ? മോൾ എണ്ണിയായിരുന്നു, കേട്ടായിരുന്നു എണ്ണിയത്. അത് എന്നാ കാര്യം? മോളെ പിന്നെ ഉറക്കണ്ടാണ്ട് പിന്നെ എത്ര സെക്കൻഡ് ആർക്കറിയാം? 1 സെക്കൻഡ് വെച്ച് എണ്ണി നോക്കിയോ? 1, 2 എന്നങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കിയോ? ഉറക്കെ സെക്കൻഡ് വൈസ് 1, 2. ഇതാണ് സെക്കൻഡ്. ഓക്കെ, കോട്ട് ഇതിന്റെ മുകളിലേക്ക് ഇടുന്ന സമയം ഉറക്കേണ്ടി തുടങ്ങും. ഓക്കെ, നീ കളിയാണ് തമാശ. കോട്ട് വർദ്ധിക്കുമോ? ഇതിന്റെ മുകളിൽ എണ്ണി തുടങ്ങിയുള്ളൂ. താങ്ക് യു.